സിഹറിന്റെ അടയാളങ്ങൾ എന്ത്? ഇതാണ് ചോദ്യം. ഒരു ചോദ്യം അല്ലേ? അതല്ലേ ഒരു ചോദ്യം? ഖൈറായ കാര്യങ്ങൾക്ക് മവാനിഇനെ സ്ഥാപിക്കുക, മുഹറമാത്തിലേക്ക് ആവേശം വർദ്ധിക്കുക, ഇതെല്ലാം പ്രത്യക്ഷ അടയാളങ്ങളാണ്. ഗസ്ല് വർദ്ധിപ്പിക്കുക. അടിസ്ഥാനം ഇവൻ മടിയനല്ല. മടി വർദ്ധിക്കുക. എന്തിന്റെ മേൽ? ഖൈറിന്റെ മേൽ മടി വർദ്ധിക്കുക. ഖൈറായ കാര്യത്തിന് മവാനിഇനെ തടസ്സങ്ങളെ കൊണ്ടുവരിക. ഞാൻ ഇന്നത്തെ പ്രഭാഷണം തന്നെ തുടങ്ങിയപ്പോ പറഞ്ഞു, എന്ത്? നിസ്കരിക്കാൻ നിന്നാൽ കോട്ടുവായ വരിക, പിശാചിന്റെ സ്വാധീനാണ്. പിന്നെ ഇതിന്റെ അസ്റാർ അറിയുന്ന ആളെ സമീപിച്ചാൽ അവർ അത് സിഹ്ർ ആണോ, അതല്ല ഐനാണോ, അതല്ല ശൈത്താൻ വന്നുകൂടിയതാണോ എന്ന് പറഞ്ഞു തരും. ഓരോരുത്തർക്കും അതതിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പനി വന്നു, ഡോക്ടർ അടുത്ത് ചെന്നു. ആദ്യം അയാൾ ഒരു പാരസെറ്റമോൾ തന്നു, പോന്നു. 3 ദിവസം കഴിഞ്ഞിട്ട് വാന്ന് പറഞ്ഞു. 3-ാം ദിവസം ചെന്ന് പനി മാറില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ മരുന്നിന് എഴുതൂല. ആദ്യം അയാൾ രക്തം നോക്കി വാന്ന് പറയും. രക്തത്തിലൊന്നും കണ്ടില്ലെങ്കിൽ മൂത്രം ടെസ്റ്റ് ചെയ്ത് വാന്ന് പറയും. മനസ്സിലായോ? എന്താ അങ്ങനെ തന്നെയല്ലേ? എല്ലാ പനിയും പ്രത്യക്ഷത്തിൽ പനിയാണെങ്കിലും എല്ലാ പനിയും ഒരുപോലെ അല്ല എന്നതുപോലെയാണ് ഇവിടെയും കാര്യം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പിശാചിന്റെ ചെറിയ സ്വാധീനം ഉണ്ടാവും. എന്താണെങ്കിലും ഖൈറിലേക്കുള്ള മടിയുടെ അടിസ്ഥാനം എന്താണ്? ശൈത്താന്റെ സ്വാധീനം. ചിലത് നിസ്സാരമായി നീങ്ങിപ്പോവും. അടിസ്ഥാനം മടിയിൽ ശൈത്താൻ സ്വാധീനിച്ചതായിരിക്കും. ചിലത് വന്നു കൂടിയതായിരിക്കും, ചിലത് വരുത്തി കൂട്ടിയതായിരിക്കും. അത് അതിന്റെ ആള് പരിശോധിച്ചാൽ എളുപ്പത്തിൽ അവർക്ക് മനസ്സിലാവും. ഉദാഹരണം പറയാം, ഖൈറായ കാര്യങ്ങൾക്കൊന്നും ഒരാൾക്ക് നടക്കാതിരിക്കുക. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ലബീദ് ബിൻ അസം സിഹർ ചെയ്ത സംഭവത്തിൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ് ബുഖാരിയിലുണ്ടല്ലോ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അടയാളം അവിടെ പറയുന്നുണ്ട്. എന്താ? ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരെ സമയിപ്പിക്കാൻ വേണ്ടി വരും. വന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹിക്ക് ശാരീരികമായി തളർച്ച അനുഭവപ്പെടും, തിരിച്ചു പോകും. ഇത് ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. അമ്പിയാക്കൾക്ക് ശാരീരികമായ പ്രയാസങ്ങൾ സംഭവിക്കാം. ബുദ്ധി നീങ്ങുകയോ ജുനൂന് വരികയോ അങ്ങനത്തെ സംഭവം ഒന്നും അവർക്ക് ഉണ്ടാവില്ല. എന്നാൽ ശാരീരികമായ തളർച്ച വരാം. ചില സംഗതികൾ അങ്ങനെയാണ്. ചില സംഗതികളിൽ ഇപ്പൊ ഉദാഹരണം പറയാ, ഇത് സിഹറിന്റെ ഒരു അടയാളമാണ്, വലിയ അടയാളമാണ്. സിഹർ ലോകത്ത് വന്ന ഒരു കാര്യം തന്നെ യുഫരിഖു ബൈനൽ മർഇ വസൗജിഹി, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിട്ടുപിരിക്കലായിരുന്നു സിഹറിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് അൽ ബഖറ 102-ാമത്തെ ആയത്തിലുണ്ട്. കിടപ്പറയിൽ പ്രവേശിക്കും, ഭാര്യയെ വേണ്ട, ഭാര്യക്ക് ഭർത്താവിനെ വേണ്ട. അവർക്കിടയിൽ 1-2 വർത്താനം പറഞ്ഞാൽ അവര് വഴക്കാവും. റാഹത്തായി പുരയിൽ വന്നതാണ്, 2 വർത്താനം പറയുമ്പോഴത്തിന് അടിയായി. പണ്ട് അങ്ങനത്തെ ഒരു സംഗതി അവർക്കില്ല. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ അലാമാത്തുകളാണ്. അവിടെ പിശാചിന്റെ സ്വാധീനം ഉണ്ട്. കാരണം അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ പിശാചിന്റെ സ്വാധീനം ഇല്ലെങ്കിൽ അവിടെ ആരുണ്ടാവും? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം. മലായികത്ത് ഇറങ്ങിയ സ്ഥലമാണെങ്കിൽ അവിടെ എന്താണ് ഉണ്ടാവുക? സമാധാനം. അവിടെ ഒരിക്കലും എന്തുണ്ടാവില്ല? തല്ലുണ്ടാവില്ല. ഏതെങ്കിലും നിലക്കുള്ള പിശാചിന്റെ സ്വാധീനം അവിടെ ഉണ്ടാവും. ഇനി അത് എന്ത് എന്നുള്ളത് അറിയുന്ന ആളേറ്റ് പരിശോധിച്ചാൽ അവർ പറയും സീറാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണ്, അതവർ പറയും. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണില്ലേ? അതാ അല്ലേ? വീടുണ്ട്, ഭാര്യയും ഭർത്താവും റാഹത്തായി ജീവിച്ചിരുന്നു. ഈ റാഹത്തായി ജീവിച്ചിരിക്കുന്നവർക്കിടയിൽ പിന്നെ എന്തായെന്നറിയോ? അനാവശ്യമായി വർത്താനം. ഒരു വർത്താനത്തിനിരുന്നു, 1-2 വർത്താനം പറഞ്ഞപ്പോഴത്തിന് എന്തായി? പിണങ്ങി. ശൈത്താന്റെ സ്വാധീനം. ഇങ്ങനത്തെ സംഗതി നമ്മളെ നാട്ടിലില്ലേ? അവിടെ മലായിക്കത്തുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല. മുഖത്ത് സൗന്ദര്യമുള്ള പെൺകുട്ടിയായിരുന്നു, കെട്ടിക്കാനുണ്ടായപ്പോ മുഖനാശായി.
ഒരു പെൺകുട്ടിയെ കൊണ്ടപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന് കാരണം ശൈത്താൻ കൂടിയിട്ടുണ്ട്, ശ്രദ്ധിക്കണം, അതിന് നീക്കണം. ആരും കണ്ടം നോക്കിപ്പോകുന്ന കുട്ടിയെ പെട്ടെന്ന് കോലണ് മാറി. ഇത് നിലനിന്ന വേറെയും ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു കാലത്തും നീങ്ങിപ്പോകാൻ പറ്റാത്ത ചില അടയാളങ്ങൾ ശൈത്താൻ സ്വാഭാവികമായും വരുത്തും. ഹിഫ്ള് നഷ്ടപ്പെട്ടു പോയാല് മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഹിഫ്ളുകൾ ഉണ്ട്. ഇപ്പൊ ഇക്താറുൽ ഫാത്തിഹ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മേൽ ഫാത്തിഹ പതിവാക്കിയ വീട്ടിൽ അപകടം കുറയും. അവിടെ അതിന്റെ മുഅക്കലീങ്ങളായ മലക്കുണ്ടാവും. കഞ്ഞി ഇപ്പൊ രണ്ടവസ്ഥ. ഇപ്പൊ നമ്മളെ ഉമ്മ, ഇപ്പൊ നേരം പറയാം, എൻ്റെ ഉമ്മ ബാപ്പ ഉണ്ടായിരുന്ന എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാല് പാടത്തും പറമ്പിലും പണി ആണ്. ബാപ്പാക്ക് എന്നും പണിക്കാരായിരിക്കും. അപ്പൊ വീട്ടിൽ പണിക്കാരുണ്ടാവില്ല. ഈ 8ഉം 10ഉം പണിക്കാർക്കൊക്കെ കഞ്ഞി വെക്കുന്നത് ആരാണ്? ഉമ്മേനെ. ഈ കഞ്ഞിന്റെ പാത്രം, ഈ കൂട്ടാന്റെ പാത്രമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ പണിയെടുത്തിട്ട് ഒരു തുള്ളി കഞ്ഞിന്റെ വെള്ളം ഉമ്മാന്റെ മുഖത്തേക്ക് തീർച്ചിട്ടില്ല. അപ്പൊ എന്തതിന്റെ അടിസ്ഥാനം? ഹിഫ്ള്. നിങ്ങൾക്ക് പറയണ മനസ്സിലാവുണ്ടോ? അവർ ചെയ്യുന്ന അമലിന്റെ ഹിഫ്ള്. നേരെ മറിച്ച് നേരെ എടുത്തു വെക്കുമ്പോഴത്തിന് നേരെ തളന കയറി ആ മുഖം നശിക്കാൻ അത് മതിയാവും. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുണ്ടോ? അല്ലാതെയും സംഭവിക്കും. നല്ല കോലത്തിൽ വന്ന ഒരു കുട്ടി, അതിന് കാരണം കോലാണ് മാറി, ആർക്കും പറ്റാത്ത കോലത്തിലേക്കായി. അതിന് സംഭവിച്ചത് എന്താ? ഇനി അതിനെ നീക്കിക്കളഞ്ഞാൽ ആ അവസ്ഥ വീണ്ടും തിരിച്ചു വരും. ഏതവസ്ഥ? പഴയ അവസ്ഥ, നല്ല അവസ്ഥ. അതിന് പലതിലും വരും, ശൈത്താൻ പലതിലും വരും. നേരെ വിപരീതം ഉണ്ടാക്കുക. അപ്പൊ ചുരുക്കത്തിൽ ഈ സംഗതികളിലൊക്കെ പിശാചിന്റെ സ്വാധീനം ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി 1-2 ക്ലാസ്സും കൂടെ ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 100കണക്കിന് ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ മാത്രമേ ഇവിടെ വായിക്കുന്നുള്ളൂ. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബത്തിനെ ഞാൻ സിഹ്ർ ചെയ്തു എന്നാണ് അവർ പറയുന്നതും വിശ്വസിക്കുന്നതും. സിഹ്ർ എന്താണെന്ന് എനിക്കറിയില്ല. ആ വിഷയത്തിൽ ഞാൻ വളരെ പ്രയാസത്തിലാണ്. ഞാൻ അവരോട് ചോദിക്കാനോ മറ്റോ പോയിട്ടുമില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ അല്ലാഹുവിൽ കാവൽ തേടുക. ഇനി അവർക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുമായി ഈ വിഷയം സംസാരിക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആർക്കോ ഞാൻ സിഹർ ചെയ്യുന്നു എന്ന് അഭിപ്രായമുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സംഗതി ഇല്ല, എനിക്ക് സിഹർ എന്താണെന്ന് അറിയൂല. പിന്നെയും നിങ്ങൾ സിഹർ ചെയ്തു എന്ന് പ്രചരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ഒരു ദിവസം അവർ നിങ്ങളെ കാലിൽക്കൽ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ പേര് റഹ്മത്തുള്ള എന്നല്ല, വന്നിരിക്കും. ഇത്തഖി ദഅവത്തൽ മദ്ലൂം ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. മനസ്സിലായില്ല? നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, പേടിക്കണ്ട. പക്ഷെ ഒരു കാര്യം ഉണ്ടെന്നറിയോ? ഷെക്കുണ്ടാക്കുന്ന വഴികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുമായി എന്ത് ചെയ്യണം? സംസാരിക്കണം. നിങ്ങൾക്ക് ആരോ ഞങ്ങൾ സിഹർ ചെയ്തു എന്ന് അഭിപ്രായം ഉണ്ടെന്ന് ഇങ്ങനെ പൊതു സംസാരമായി കേട്ടു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് സിഹർ എന്താണെന്നോട്ട് അറിയില്ല എന്ന് പറയണം. എന്നിട്ടും അവരത് വിശ്വസിക്കുന്നില്ല, നിങ്ങൾ സിഹർ ചെയ്തു എന്നാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ഒരു ദിവസം അവർ നിങ്ങളുടെ കാൽക്കൽ വരേണ്ടി വരും. അള്ളാന്റെ അടിമയെ ഒരിക്കലും അള്ളാഹു അവന്റെ മനസ്സിന്റെ പ്രയാസത്തെ നിലനിർത്തൂല. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണില്ലേ? എന്തിനാ നിങ്ങൾ പേടിക്കണത്? നിങ്ങൾ എന്തിനാ പേടിക്കണത്?